prologic board. അപ്പോൾ prologic ബോർഡിനെ പറ്റി അറിയാത്തവർ ഈ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ prologic ബോർഡ് എന്ന് പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, prologic എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഈ prologic എന്നത് നമുക്ക് പറയുകയാണെങ്കിൽ വലിയ ഒരു സംഭവമാണ്. prologic 2, prologic 2X അങ്ങനെ കുറേ വെർഷൻസ് ഉണ്ട്. പക്ഷേ ഡോൾബി ഡിജിറ്റൽ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടും കൂടുതൽ സക്സസ്ഫുൾ ആണ്. നല്ല വേർതിരിച്ച് കാണാവുന്ന ഒരു വ്യത്യാസം ശരിക്കും ആ ഡോൾബി ഡിജിറ്റലിനും പ്രോലോജിക്കിനും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമുക്ക് നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രോലോജിക് ബോർഡുകൾ വെച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ പ്രോലോജിക് കണക്ഷൻ എന്തിനൊക്കെയാണ് ആവശ്യം, അതെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ആംപ്ലിഫയറിൽ എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആംപ്ലിഫയർ അസംബ്ലിങ് എന്നുള്ളതിൻ്റെ ആ ഒരു പാർട്ട് രണ്ടാമത്തെ പാർട്ടായിട്ട് ഇത് കാണാം. അപ്പോൾ അതിലേക്ക് വരുന്നതിൽ ആദ്യം വരുന്നത് നമ്മൾ ഇതുപോലെയുള്ള 2 ചാനൽ, ഇതിപ്പം ഈ ഒരു USB പാനലാണ്, G-Star USB പാനൽ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു പാനൽ ഏത് തന്നെ ആയാലും ശരി, അതേപോലെ തന്നെ ഇതുപോലെ ഒരു ഓക്സ് കേബിളാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരം സ്റ്റീരിയോ 2 ചാനൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സറൗണ്ട് എക്സ്പീരിയൻസ് കിട്ടാൻ നമ്മൾ ഈ പ്രോലോജിക്കിലൂടെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ഒരു സൗണ്ട് ലെവൽ ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എല്ലാ ഭാഗത്തേക്കും കൊണ്ടുവരുന്നത് ഈ ബോർഡിൽ കൂടെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പ്രോലോജിക് ബോർഡ് പല കമ്പനികളുടെയും പല തരത്തിലും വാങ്ങാൻ കിട്ടും. ഓൺലൈനിൽ കിട്ടും, നമ്മുടെ നാട്ടിലെ ഷോപ്പുകളിലും കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പത്തെ ഒരു രവി ഓഡിയോ എന്നുള്ള ഒരു ടീം ചെയ്യുന്ന ഒരു പ്രോലോജിക് ബോർഡാണ്. IC ഒക്കെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം അവരുടെ ഈ ബോർഡിൽ ചെയ്തിട്ടുള്ള സീക്രട്ട് കാണണ്ട എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അതുപോട്ടെ നമ്മൾക്ക് പറയാൻ വന്നത്, ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഒരു LIN/R എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടാണ് ഈ പറഞ്ഞ ആ പോയിന്റുകളിൽ കൊടുക്കേണ്ടത്. ലെഫ്റ്റ് ഇൻ റൈറ്റ് ഇൻ നമുക്ക് ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് കിട്ടും, പാനലിൽ നിന്ന് കിട്ടും, USB ബ്ലൂടൂത്ത് പാനൽ. ഓക്സിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് കിട്ടും. മറ്റേതെങ്കിലും തരം ഇപ്പോൾ സെറ്റപ്പ് ബോക്സുകൾ സാധാരണ സണ്ടാറ്റ് പോലുള്ള ഏതെങ്കിലും സാധാരണ സെറ്റപ്പ് ബോക്സുകളിൽ നിന്ന് നമുക്കിതുപോലെ ഈ ലെഫ്റ്റ് ഇൻ റൈറ്റിന് കിട്ടും. അതാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പവർ സപ്ലൈ ആയിട്ട് ഒരു ഡുവൽ സപ്ലൈ 24 വോൾട്ട് ആണ് ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു സെനർ ഡയോഡ് ആണ്, അത് നമുക്ക് 12 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ 27, 24 കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ആവും, അതായത് റെഡ്യൂസ് ആവും. 12 വോൾട്ടിലേക്ക് റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ICയിലേക്ക് പവർ സപ്ലൈ പോകുന്നത്. കാരണം അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ആവാത്ത സപ്ലൈ കിട്ടണം, എന്നാലും അതിൻ്റെ ഫംഗ്ഷൻ മര്യാദക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ആ പവർ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ബേസ് ട്രിബിൾ. അപ്പോൾ ഈ ബേസ് ട്രിബിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ബിൽഡിനാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ബേസ് ട്രിബിൾ നമുക്ക് ആ പ്രോലോജിക് ലെവലിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ ബാസ് ട്രിബിൾ കിട്ടും. നമുക്ക് എക്സ്റ്റേണൽ ഒരു ബാസ് ട്രിബിൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ബോർഡുകളിൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ശരി. പിന്നെ കാണുന്നത് ലെഫ്റ്റ് ഔട്ട്പുട്ട് റൈറ്റ്, അതായത് LOPR എന്നുള്ളത് ലെഫ്റ്റ് ഔട്ട്പുട്ട് റൈറ്റ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ ഇതിൽ കൊടുത്ത ലെഫ്റ്റ് ഇൻ റൈറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റും ഫ്രണ്ട് ചാനലിൻ്റെ ഔട്ട്പുട്ടാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് കാണുന്നത് SLSR, അതായത് സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോർഡിൻ്റെ ഫംഗ്ഷൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബ് സെൻറ്റർ എന്നുള്ളതിൻ്റെയാണ് ഈ SUBCN എന്ന് കാണുന്നത്. അപ്പോൾ ഈ സബ് സെൻറ്റർ എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് എടുത്താൽ നമുക്ക് സബ് വൂഫർ ഫിൽറ്ററിലൂടെയോ ഫിൽറ്ററിലല്ലാതെ കൂടെയോ നമുക്ക് ഇതിനകത്ത് നേരിട്ട് പവർ സപ്ലൈയിൽ നമ്മുടെ പവർ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് സ്പീക്കർ സബ് വൂഫർ ബോക്സ് കണക്ട് ചെയ്യാം. സെൻറ്ററിലേക്കുള്ളത് സെൻറ്ററിലേക്കും കണക്ട് ചെയ്യാം. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ചാനൽ ഓഡിയോ, അതായത് 4 ചാനൽ ഓഡിയോ 5 സ്പീക്കറിലൂടെ കേൾക്കുക എന്നുള്ളതാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പ്രോലോജിക് കൊണ്ട് നമുക്ക് കിട്ടുന്നത് 4 ചാനൽ ഓഡിയോ അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1, 2, 3, 4. അപ്പോൾ ഈ 4 ഞാൻ കൗണ്ട് ചെയ്ത് ബാക്കിൽ കൗണ്ട് ചെയ്ത് സറൗണ്ടാണ്. സാധാരണഗതിയിൽ ഒരു പ്രോലോജിക് എന്ന് പറയുന്നത് ശരിക്കും ആ പറഞ്ഞ പോലെ 4 ചാനലാണ്. ആ 4 ചാനൽ എന്ന് പറയുന്നത് 1, 2, 3, 4, അതായത് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് സെൻറ്റർ സറൗണ്ട്, അങ്ങനെയുള്ള 4 ചാനൽ 5 സ്പീക്കറിലൂടെയാണ് കേൾക്കുന്നത്. ആ 5 സ്പീക്കർ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ്, സെൻറ്റർ സെപ്പറേറ്റ്, സറൗണ്ട് റൈറ്റും ലെഫ്റ്റും ഒറ്റ ചാനലായിട്ടാണ് വരുന്നത്. ആ ഒറ്റ ഔട്ട്പുട്ട് ചെയ്യുന്ന വരുള്ളൂ. അത് നമ്മൾ 2 ആംപ്ലിഫയറിലൂടെയോ 1 ആംപ്ലിഫയറിലൂടെയോ കണക്ട് ചെയ്തിട്ട് സറൗണ്ടിൽ കണക്ട് ചെയ്യുക. അങ്ങനെയാണ് സാധാരണ പ്രോലോജിക്കിൻ്റെ യഥാർത്ഥ കണക്ഷൻ ഉണ്ടായിരുന്നത്. ഈ സർക്യൂട്ടിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് കണക്ഷൻ പ്രത്യേകിച്ച് കാണാം. അപ്പോൾ അതിലൂടെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഫക്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കാം. 5.1 ശരിക്കും യഥാർത്ഥത്തിൽ ഡോൾബി ഡിജിറ്റൽ 5.1 ഉള്ള പോലെ പ്രത്യേകിച്ച് ആ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുമല്ലോ. ആ സെപ്പറേഷൻ ശരിക്കും ഇതിലുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ഇതിൽ കൊടുത്തു നോക്കണം. നമ്മൾ സറൗണ്ട് സാധാരണ 90% നമ്മൾ ഒരൊറ്റ ഡുവൽ കൺട്രോളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ കുറയ്ക്കലിന് നമുക്ക് 2 സറൗണ്ട് ചാനലും ഒന്നിച്ച് കുറയും, കൂട്ടിയാൽ ഒന്നിച്ച് കൂടും. അതുകൊണ്ട് നമുക്ക് സെപ്പറേഷൻ അത്ര കൃത്യമായി മനസ്സിലാറില്ല. നമുക്ക് അതിൻ്റെ ഇൻപുട്ട് മാറ്റുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവിടെ ഇൻപുട്ട് ഈ ബോർഡിൽ ഉള്ളിൽ ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നോക്കാനും കഴിയില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ.
ചെക്കിങ് നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന വീഡിയോയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രോലോജിക് ബോർഡ് എന്താണ്, പ്രോലോജിക് എന്താണ് എന്നുള്ളത് മനസ്സിലാവാത്തവർക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു വിവരണമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ആവശ്യം, ഈ ഒരു മിക്സിങ്, ഈ ഒരു സ്പ്ലിറ്റിങ്, ഇങ്ങനെയുള്ള ഈ ഡിജിറ്റൽ ബോർഡുകൾ റിമോട്ട് കിറ്റുകളിൽ നമുക്ക് ഇൻറ്റേർണലി നടക്കും. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു പോയിന്റ് കാണാം, USB ഇൻ. ആ USB ഇൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആണ്. നമുക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഓക്സ് ഇൻ ഉണ്ട്, അത് ലെഫ്റ്റ് റൈറ്റ് ആണ്. അങ്ങനെയുള്ള എല്ലാ ഇൻപുട്ടുകളും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റിമോട്ടിൽ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്ന ഈ DVD, ഓക്സ്, SDFM, USB എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഈ പ്രോ എന്നുള്ള ബട്ടൺ അടിച്ച് കഴിയുമ്പോൾ ഈ ബോർഡിലൂടെ ആ 2 ചാനൽ പ്രോലോജിക്കായിട്ട്, അതായത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് മിക്സ് ആയിട്ട് ശരിക്കും കേൾക്കും. 2 ചാനൽ 5.1 പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിലൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഓരോ സെക്ഷൻ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് ശരിക്കും പ്രോലോജിക് കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിമോട്ട് കിറ്റ്, പ്രോലോജിക് കിറ്റ്, ഡിജിറ്റൽ ബോർഡ്, എങ്ങനെ എന്ത് വേണമെങ്കിലും അതെല്ലാം കൂടിയതാണ് ഈ ബോർഡ്. അപ്പോൾ എല്ലാ പേരിലും വിളിക്കുന്നതും ഇതിന് യഥാർത്ഥത്തിൽ അതിന് ഉദ്ദേശിച്ച് തന്നെയാണ്, ഈ ബോർഡിന് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡ് ഈ ഫംഗ്ഷൻ മൊത്തം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചാണ് നമ്മളെ റിമോട്ട് കിറ്റ്. അപ്പോൾ നമ്മൾ ഈ പ്രോലോജിക് ബോർഡ് വാങ്ങുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വാങ്ങുക. നമ്മൾ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്യല്ല, നമ്മൾ നോക്കുക നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബോർഡ് ഏതാണ്, ഏത് ടൈപ്പാണ്, എങ്ങനെയൊക്കെ അതിൻ്റെ ഇൻപുട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് സെപ്പറേറ്റ് ഉള്ളത് കൊണ്ട് ഞാനത് പ്രത്യേകിച്ച് വാങ്ങി. ഞാൻ ഇതിന് മുമ്പ് ഈ ബോർഡ് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് എനിക്കിത് ചെക്ക് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോയിലൂടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ആമസോണിൽ നല്ല ടൈപ്പ്, ഒരുപാട് ടൈപ്പ്, നല്ല ടൈപ്പ് എല്ലാം കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം കിട്ടാവുന്ന നല്ല തരത്തിലുള്ള ഏതെങ്കിലും ബോർഡുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അങ്ങനെയുള്ള ഒരു ഫീൽ കിട്ടണം എന്ന് താല്പര്യമുള്ളവർക്ക് ഈ പ്രോലോജിക് ബോർഡ് വാങ്ങിയിട്ട് നമുക്ക് സിമ്പിളി കണക്ട് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.